മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയെ ചൊല്ലി വിവാദം തുടരുന്നു. അപാകതകൾ നിറഞ്ഞ പട്ടികയുടെ പേരിൽ പരസ്പരം പഴിചാരുകയാണ് റവന്യൂ വകുപ്പും UDF ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തും. കരട് പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഉത്തരവാദിത്വം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 3 കരട് പട്ടികയാണ് ഇതിനകം തയ്യാറാക്കിയത്. അർഹരായവർ പലരും പട്ടികയിൽ ഇടം നേടിയിട്ടില്ലെന്നാണ് ഉയർന്ന ആക്ഷേപം. അപാകതകൾ നിറഞ്ഞ പട്ടിക തയ്യാറാക്കിയതിന്റെ ഉത്തരവാദിത്വം ആർക്കെന്നതിലാണ് തർക്കം മുറുകുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉപാധ്യക്ഷനായ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരമാണ് ഇപ്പോഴെന്നും സർക്കാർ ഇടപെടേണ്ട ഘട്ടമായിട്ടില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. അനാവശ്യമായ ആശങ്കകൾ വേണ്ട, ജനങ്ങൾക്ക് ആശങ്കയുണ്ടാകും. ഒരാളെയും ആ മണ്ണിൽ ഒറ്റപ്പെട്ടവരായി, വീടില്ലാത്തവരായി, ഈ ദുരന്തത്തിൽപ്പെട്ട ഒരാളെയും സർക്കാർ ഒറ്റപ്പെടുത്തില്ല. അവർക്കെല്ലാ സംവിധാനവും. പട്ടികയിൽ ജില്ലാ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തി CPI വയനാട് ജില്ലാ സെക്രട്ടറിയും രംഗത്തെത്തിയിരുന്നു. അപാകത നിറഞ്ഞ ലിസ്റ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെന്ന CPI ജില്ലാ സെക്രട്ടറി EJ ബാബു. നാളിതുവരെയായിട്ട് ഒരു പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്കാണ്. എന്നാൽ കാര്യങ്ങൾ അറിയാതെയാണ് CPI ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ. CPI ജില്ലാ സെക്രട്ടറി പറഞ്ഞ പടവട്ടിക്കുന്ന് എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഉൾപ്പെടാത്തത് എന്ന് അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായില്ല. അത് ഉൾപ്പെടാത്തത് സർക്കാരിൻ്റെ ഉത്തരവാണ്. റെഡ് സോണിൽ നിന്നും 50 മീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. 50 മീറ്ററിന് പുറത്താണ് പടവട്ടിക്കുന്നുകാർ. അവരെ ഉൾപ്പെടുത്തണമെങ്കിൽ ഈ ഉത്തരവ് ഭേദഗതി വരുത്തണം. അത് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ ഉത്തരവ് ഭേദഗതി വരുത്തേണ്ടത് സർക്കാരാണ്. റവന്യൂ മന്ത്രി ഈ 13-ന് ജില്ലയിൽ എത്തുന്നതായാണ് വിവരം. പട്ടികയിലെ കല്ലുകടി തുടരുന്ന സാഹചര്യത്തിൽ പുനരധിവാസ നടപടികൾ ഇഴയുമോ എന്നാണ് ദുരന്തബാധിതരുടെ ആശങ്ക. 24 വയനാട്.